റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ 1-ാം ക്ലാസ്സിലെ തഫ്ഹീം 3-ാമത്തെ പാഠം ഉറബുൻ. ഈ പാഠത്തിൽ ഉ എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതാം, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ 1-2 പാഠങ്ങളിലായിട്ട് ആ ഈ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള അതിൻ്റെ രൂപവും നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലിഫുമ്മെ ലൊമ്മിട്ടിട്ടുള്ളതാണ് 3-ാമത്തെ പാഠം. ഉ എന്നാണ് വരിക. അപ്പോൾ അത് എഴുതേണ്ട രൂപം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അലിഫിടലാണല്ലോ, അതിൻ്റെ ഒരു എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്പർ 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമ്പർ 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അലിഫ് എഴുതുമ്പോഴൊക്കെ അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് നേരെ താഴോട്ട്. അപ്പോൾ അലിഫായി. ഇനി ഇവിടെ നോക്കൂ, ലൊമ്മിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഫത്തഹും കസൂറാണ് ഇതുവരെ ഇട്ടത്, ഒരു വര വരച്ചാൽ മതി, സിമ്പിളായിരുന്നു. ലൊമ്മിടുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റങ്ങളുണ്ടായിൽ നോക്കൂ. ഇവിടെ 3 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, പിന്നെ ഇതിങ്ങനെ ലാസ്റ്റ് ഇവിടെ വരണം, 4ാമത് ഇവിടെ വന്ന് അവസാനിക്കണം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെയാണ് വരേണ്ടത്. ലൊമ്മൊന്നും കൂടി ശ്രദ്ധിക്കുക. ആദ്യം അലിഫിടാം, അലിഫ് മുകളിൽ നിന്ന് കീഴ്പൊട്ടിക്ക് വരട്ട്, പിന്നെ ലൊമ്മ തുടങ്ങേണ്ടത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്നത്. ചിലപ്പം ചെറിയ കുട്ടികൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ ഇടും ലൊമ്മ. ചിലപ്പോൾ അതായിരിക്കും അവർക്ക് എളുപ്പം. അത് നിയമാനുസൃതമല്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ എഴുത്തിൻ്റെ ഈ മറ്റേ വീഡിയോ സീരീസ് ചെയ്യുന്നത് തന്നെ കൃത്യമായി എഴുതുന്ന രൂപം മനസ്സിലാക്കിങ്ങാണ്ട് അത് അങ്ങനെ തന്നെ എഴുതി പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അലിഫ് നമ്മൾ സിമ്പിളായിട്ട് 1-2 പാഠങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ സിമ്പിളായിരിക്കും. ഫത്തഹും കസറും ഓരോ വര ആയതുകൊണ്ടും സിമ്പിളായിരിക്കും. ലൊമ്മാവുമ്പോൾ ചെറുതായിട്ട് മാറ്റുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി എഴുതി പരിശീലിക്കാനുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഊന്ന് ഫസ്റ്റ് ഇടാൻ മുകളിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങി താഴേക്ക് അലിഫിടുന്നു. ലൊമ്മ് ഇവിടുന്ന് തുടങ്ങണം, അത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊ എഴുതുമ്പോൾ വായിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ. അങ്ങനെ തന്നെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അലിഫ്, ലൊമ്മ്, പിന്നെ അലിഫ്. ഇനി 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആദ്യം ഊ എന്ന് എഴുതുക, പിന്നെ അലിഫിടുക. ഇനി മുന്നത്തെ പാഠങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ എഴുതി പരിശീലിക്കാനുള്ളൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നത് സാധാരണ മുകളിൽ നിന്ന് കീഴ്പൊട്ടാണല്ലോ എഴുതി വരല്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിരുന്നു, ആദ്യം ഈ 1 എന്നുള്ള ഈ കള്ളിയിലാണ് എഴുതേണ്ടത്. അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ എഴുതി പഠിക്കുക. പിന്നെ 2ാമത്തെ ഈ കള്ളിയിലാണ് എഴുതേണ്ടത്. അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പോയിട്ട് ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് അലിഫാണ്, അതങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ എഴുതി പരിശീലിപ്പിക്കുക. പിന്നെ അലിഫ് ഇട്ട് ലൊമ്മിട്ടിട്ട് ഊ, ഇവിടെയും അങ്ങനെ തന്നെ. പിന്നെ അവസാനം ഇവിടെയും ഊ. ഇനി അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ചെയ്യിപ്പിക്കുക. ലൊമ്മും ഇട്ടതിന് ശേഷം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനും മറക്കരുത്. അങ്ങനെ പിന്നെ ഈ വരികളിലൊക്കെ അതേ പ്രകാരം തന്നെ എഴുതിപ്പിക്കുക. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ആ, ഈ, ഉ, അലിഫ്, ഇത് 4ഉം എഴുതി പരിശീലിക്കാനുള്ള ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ. പിന്നെ 1ാമത്തെ കള്ളി അടിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടുന്ന് തുടങ്ങി ഈ കള്ളിയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് അലിഫാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ച് അലിഫ് മുകളിൽ നിന്ന് താഴേക്ക് ഇടുക. പിന്നെ അടുത്ത കള്ളിയിൽ ആ എന്നുള്ളതാണ്. ഫസ്റ്റ് അലിഫ് ഇടുക, പിന്നെ മുകളിൽ ഫത്തഹ് ഇടുക. പറഞ്ഞ ഓരോ പാഠങ്ങളിലും പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ. പിന്നെ അലിഫ് കസർ, പിന്നെ അലിഫ് ലൊമ്മ്, പിന്നെ അവസാനം അലിഫ്. ഇങ്ങനെ തന്നെ ഓരോ കള്ളികളിലും എഴുതാൻ ശ്രദ്ധിക്കുക. 2ാമത്തെ കള്ളിയിൽ ആദ്യം അലിഫ്, പിന്നെ ആ, അടുത്ത കള്ളിയിൽ ഈ, അടുത്ത കള്ളിയിൽ ഉ, അവസാനം അലിഫ്. അതേ പ്രകാരം ഈ
3 കള്ളികളും കൂടി ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത വർക്ക് നോക്കൂ. സിമ്പിളായിട്ട് ചെയ്യാം. ഒരു സർക്കിള്, അതേപോലെ ഒരു സ്ക്വയർ, അതേപോലെ ഒരു ട്രയാങ്കിൾ. ഇതിൽ ആ എന്ന് കാണുന്നിടത്തൊക്കെ സർക്കിൾ വരയ്ക്കുക. പിന്നെ ഈ എന്ന് കാണുന്നിടത്തൊക്കെ സ്ക്വയർ വരച്ചു കൊടുക്കുക. പിന്നെ ഉ എന്ന് കാണുന്നിടത്തൊക്കെ ട്രയാങ്കിൾ വരയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റത്തെ അനപുൻ എന്നാണ്, അതിൽ ആ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്യുക, സ്ക്വയർ വരച്ചു കൊടുക്കുക. പിന്നെ അംനുൻ, അവിടെയും ആ എന്നുണ്ട്, ചെയ്യാം. ഇനി ഇമാമുൻ എന്നുള്ളിടത്ത് ഈ എന്നാണല്ലോ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, സ്ക്വയർ വരയ്ക്കുക. അഥവാ അക്ഷരങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇജ്ലിസ്, അവിടെ ഈ എന്നാണല്ലോ, അപ്പോൾ അവിടെ വരച്ചു കൊടുക്കുക. പിന്നെ ഉൻബൂബുൻ എന്നുള്ളിടത്ത് ഊ എന്നാണ്, ഊ എന്നുള്ളത് നമ്മൾ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. പിന്നെ ഉദിബ എന്നുള്ളിടത്തും അതുതന്നെയാണ് ട്രയാങ്കിൾ, ഊ എന്നാണല്ലോ. പിന്നെ ഉഖ്തുൻ എന്നുള്ളിടത്തും അത് തന്നെ ട്രയാങ്കിൾ, ഊ എന്നുള്ളിടത്ത് ട്രയാങ്കിൾ വരയ്ക്കുക. പിന്നെ ഇസാറുൻ എന്നുള്ളിടത്ത് ഈ സ്ക്വയറാണ്. പിന്നെ അർഷുൻ എന്നുള്ളിടത്ത് ആ എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ച് നേരത്തെ പറഞ്ഞല്ലോ, സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൂടെ അക്ഷരങ്ങൾ ഏതാണ് എന്നവർക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ 3 പാഠങ്ങളിലായിട്ട് പഠിച്ചത് ഒറ്റ അക്ഷരമാണ്. അതിന് ഫത്തഹും കസറും ലൊമ്മും കൊടുത്തുകൊണ്ടാണ് പഠിച്ചത്, അഥവാ ആ, ഇ, ഉ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1-ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ മക്കൾ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോ അറബി ഓരോ അക്ഷരങ്ങൾക്കും അതിനൊരു മഖ്റജ് ഉണ്ട്, പുറപ്പെടുന്ന സ്ഥലം. ആ ഓരോ അക്ഷരങ്ങളും കൃത്യമായി ആ സ്ഥലത്ത് നിന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം. എങ്കിലേ ഖുർആൻ ഓതുമ്പോൾ മഖ്റജ് ശരിയായിട്ടില്ലെങ്കിൽ ഓത്ത് തന്നെ ശരിയാവില്ല. ഓത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരമൊക്കെ ആണെങ്കിൽ നിസ്കാരം ശരിയാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും നടക്കില്ല. കൂലിക്ക് പകരം ചിലപ്പം കുറ്റങ്ങളായിരിക്കും. കാരണം അർത്ഥങ്ങളൊക്കെ മാറുന്ന രീതിയിലൊക്കെ അക്ഷരങ്ങൾ മാറുമ്പോൾ അർത്ഥങ്ങൾ മാറുമല്ലോ. അപ്പോൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ പറഞ്ഞ് പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച ആ, ഇ, ഉ, ഈ 3 അക്ഷരങ്ങളും പുറപ്പെടുന്നത്, അഥവാ ഹംസ ആണത്, അത് പുറപ്പെടുന്നത് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇതുവരെ 3 ഭാഗങ്ങളാണ് തൊണ്ടക്കുള്ളത്. ഒന്ന് അക്സൽ ഹൽക്ക് എന്ന് പറയും, തൊണ്ടയുടെ അടിഭാഗം. ഇതവിടെ ഈ ഭാഗം ഇങ്ങനെ കൊടുത്തുക്കണം, അക്സൽ ഹൽക്ക്. പിന്നെ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിന് വസ്തുൽ ഹൽക്ക് എന്നാണ് പറയുന്നത്. അതിന് വേറെ അക്ഷരങ്ങളൊക്കെ ഉണ്ട്, അത് ആ സമയത്ത് പറയാം ഇൻഷാ അല്ലാ. പിന്നെ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, അണ്ണാക്കിൻ്റെ ഏകദേശം അടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, അതിന് അദിനൽ ഹൽക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും അടിഭാഗം, തൊണ്ടയുടെ അടിഭാഗത്ത് നിന്നാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ അതിൽ പെടുന്നതാണ് ആ, ഇ, ഉ. ഈ 3 അക്ഷരങ്ങളും തൊണ്ടയുടെ അടിയിൽ നിന്ന് തന്നെ പറഞ്ഞ് പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ കൈയിൻ്റെ ചൂണ്ടുവിരലൊന്ന് തൊണ്ടയുടെ മറ്റേ ഒരു കുഴി ഉണ്ടല്ലോ, തൊണ്ടക്കുഴി, ആ ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചെങ്ങാണ്ട് ഈ അക്ഷരം പറയുമ്പോൾ ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടും. അപ്പോൾ മനസ്സിലാക്കുക കറക്റ്റ് അവിടെ നിന്നാണ് എന്ന്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും പഠിക്കുന്ന സമയത്ത് മഖ്റജുകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട, ആ ഭാഗത്ത് നിന്ന് തന്നെ അക്ഷരങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി, അതേപോലെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ കുറച്ച് അക്ഷരങ്ങളുണ്ട്, ഹംസ്, അതേപോലെ ഹ, ഐന്, ഖൈന്, ഖ. ഇതൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ എല്ലാതും ഒരുപോലെ പറയുന്നത് കാണാം, എല്ലാതും ഒരേപോലെ പറയുന്നത് കാണാം. അപ്പോൾ നമ്മളെ ഉദ്ദേശങ്ങളൊന്നും അത് കൃത്യമാവാതെ വരും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ പറയിപ്പിക്കാൻ. അതങ്ങനെ തന്നെ പറയിപ്പിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.